കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഉടനെ വരും. അല്ലെങ്കിൽ ഞാനും കൂടെ പോരട്ടെ? വേണ്ട, എനിക്കുണ്ട് വിഷമം. ഇതെല്ലാം നമ്മെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഈ പിരിയലിനുണ്ട് ഒരു സുഖം. വരട്ടെ. എന്താ വേണ്ടത്? നീ തരാൻ ഉദ്ദേശിക്കുന്നത് തൽക്കാലം എനിക്ക് വേണ്ട. പക്ഷേ ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി കിട്ടണം എനിക്ക്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് കയറി വന്ന് പോലീസ് മുറയിലുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഈ നാട്ടിലെ ചില നിയമങ്ങളും വകുപ്പുകളും ഉണ്ട്. നിയമവും വകുപ്പും ഒക്കെ നിന്റെ ഇടവകയെന്നല്ലേ പുറത്തേക്ക് വന്നത്? സുഗണ്ണും കൂട്ടർ എവിടെ? എനിക്കറിയില്ല. അതായി സാറേ, സാർ ഈ ഇടവക ഇങ്ങോട്ടൊന്നും മാറ്റി കുട്ടാവാ. സാർ എന്തായി? അവിടെ ഇല്ല സാർ. ഇല്ലേ? പോകാം. ഓ, ഇല്ലാത്തത് ഞാൻ ഉണ്ടാക്കും, ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ പറ്റിയ ഒരാളെ കിട്ടിയ പ്രേമിച്ചു നോക്കൂന്ന് പറഞ്ഞപ്പോ അതിങ്ങനെയാവുന്ന കരുതിയില്ല ഞാൻ. ഇങ്ങനെ ആയതിൽ ഒരു തെറ്റുമില്ല. അത് ശരിയാ. പോലീസുകാരന്റെ മോള് എസ്ഐയെ പ്രേമിക്കുക, കഥയ്ക്ക് വലിയ പുതുമയുണ്ടെങ്കിലും എന്തോ ഒരു സ്റ്റൈലുണ്ട്. എന്താടി ഒരു ചമ്മല് മോത്ത്? ഇനി ചമ്മിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ചമ്മലൊന്നുമില്ല. പിന്നെ നീ ഇത്ര വലിയ ന്യൂസ് പേപ്പർ ആണെന്ന് ഇപ്പഴാ മനസ്സിലായത്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന സോദരി. പുടി ആകാശവാണി. എന്നെ മാത്രമല്ല എന്റെ അപ്പനെയും ബഹുമാനാർത്ഥം ആകാശവാണി എന്നാ വിളിക്കുന്നേ. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. സമ്മതിക്കുന്ന നിന്നെ എന്ത് കേട്ടാലും ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നതിന്. അതെങ്ങനെയാ? നിനക്ക് കണ്ടാമൃഗത്തിന് തൊലിക്കട്ടിയല്ലേ? അതെ, ഞാനിത് ഫെയർ ലെവൽ ഉപയോഗിച്ച് മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അയ്യടി, ഒരു ചിളി കണ്ടില്ലേ? അതുപോട്ടെ, നിന്റെ ആ കാമുക ഹൃദയമുള്ള കാക്കിധാരിയെ ഒന്നടുത്ത് കാണണമല്ലോ. അതിന് വിഷമിക്കണ്ട, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാ മതി. കണ്ടിട്ട് വരാം. ആ, അതിലൊക്കെ സൂപ്പർ ഐഡിയ എന്റെ കയ്യിലുണ്ട് മോളെ. കമോൺ. ഈ ബൈക്കാരുടെ അവിടെ കൊണ്ടുവച്ചത് ആളെ ഞാൻ അറിയില്ല സാർ. അയാളെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല? ഇല്ല. നിന്റെ കൈ ഒന്ന് കാണട്ടെ. കൈ കാണിക്കണം സാർ. ഇവന്റെ മുഖത്ത് കള്ളലക്ഷണം ഇല്ലെങ്കിലും കയ്യെ കള്ളരെ കഞ്ഞി വെച്ച് അവിടുന്ന് അടുപ്പം കല്ലും പറിച്ചവനാ. മത്തായി സാറേ, ആ കാലൊന്ന് പൊക്കിയര്. എപ്പ പൊക്കിന്ന് ചോദിച്ചാ ഷാജിയുടെ കൂടെ വരാനുള്ളവനെ കൊണ്ടുവച്ചത്. ഇപ്പോ എവിടെയുണ്ടവൻ? ഷാജി വീട്ടിലുണ്ടാവും. കാരണം വൈകുന്നേരം വരാറുണ്ട്. വൈകുന്നേരം വരെ വൈകണോ സാറേ? വൈകണ്ട. ഓട്ടമ്പിള്ളേ, എന്റെ കുഞ്ഞ് ഇങ്ങനൊന്നും പറയരുത്. അമ്മയ്ക്കത് താങ്ങാനാവില്ല. മോനെ, 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 എന്താ ഇത്?
എനിക്കറിയില്ല. രമേശനോ? രമേശന് അറിയാം. രമേശൻ എവിടെ ഉണ്ട്? പച്ചക്കറി കട നടത്തുന്ന ശാന്തിയുടെ വീട്ടിലുണ്ടാവും. ഇനി അല്പം തെരുവത്തയിലോ ആവാം. ഓ ആവാ. ഊരിക്കോ. ആ പിള്ളേച്ച ചെയ്യാൻ പോകുന്ന പണി എന്താണെന്ന് അറിയാവോ മോനെ രമേശ്? നിനക്ക് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ പറയടാ. പറയില്ലല്ലേ നീ? നൃത്തം കത്തുകാന്ന് കേട്ടിട്ടുണ്ടോ നീ? പൊന്നു മോനെ, ഇനി അതാ നടക്കാൻ പോണത്. പട്ടി കഴിവേറ മോനെ, പറയടാ. പറയില്ലല്ലേ നീ? പറയിപ്പിക്കാൻ ഞാൻ. അപ്പോ തൈലം വെറുതെ പാഴാക്കാതെ കാര്യം പറയടാ രമേശ്. അയ്യോ, ഒന്നും അറിയില്ല നിനക്കല്ലടാ പൊന്നു മോനെ.